മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. IFFK സ്ക്രീനിങ്ങിനിടെ സംവിധായകൻ അപമാനിച്ചെന്ന പരാതി ഇപ്പോൾ വന്നിരിക്കുന്നു. വനിതാ ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മുഖ്യമന്ത്രി പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറി. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതാണ് കേസ്. IFFKയ്ക്കുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിനിടയിലുള്ള സ്ക്രീനിംഗ് കഴിഞ്ഞ മാസമാണ് തിരുവനന്തപുരത്ത് നടന്നത്. തലസ്ഥാനത്തെ ഒരു ഹോട്ടലിലാണ് ജൂറിയിലുള്ളവർ താമസിച്ചിരുന്നത്. സിനിമകൾ കണ്ടുകഴിഞ്ഞ ശേഷം അന്തിമ തീരുമാനമെടുക്കുന്നതിനായി ഹോട്ടലിൽ ഒത്തുകൂടിയ സമയത്താണ് പ്രമുഖ സംവിധായകൻ അപമാനിച്ചു എന്നതാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. പരാതിയിൽ ഹോട്ടലിൽ സ്ഥിതി ചെയ്യുന്ന പരിധിയിലെ പോലീസ് പരാതിക്കാരിയായ ചലച്ചിത്ര പ്രവർത്തകയുടെ മൊഴി രേഖപ്പെടുത്തി. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ഈ മാസമാണ് IFFK നടക്കാൻ പോകുന്നത്. ഏകദേശം 12 മുതൽ 19 വരെ എന്നീ ഒരു തീയതികളിലാണ് ഇപ്പോൾ IFFK നടക്കാൻ പോകുന്നത്. ഈ IFFKയുടെ ഭാഗമായി സ്ക്രീനിങ്ങിന് വേണ്ടി സിനിമകൾ തിരഞ്ഞെടുക്കുന്ന സമയത്തുണ്ടായ ഒരു വിവാദമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. IFFKയ്ക്കിടെ സ്ക്രീനിങ്ങിനിടയിൽ സംവിധായകൻ അപമാനിച്ചു എന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പരാതി. വനിതാ ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്കാണ് ഈ പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രമുഖ സംവിധായകൻ എന്ന് മാത്രമാണ് നമുക്ക് ലഭിച്ചത്. ആരാണ് ഈ സംവിധായകൻ അല്ലെങ്കിൽ പരാതി നൽകിയത് ആരാ എന്നൊരു കാര്യത്തിൽ നിലവിലിപ്പോൾ പുറത്തു വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രി ലഭിച്ച പരാതി മുഖ്യമന്ത്രി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട് എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതാണ് ഇപ്പോൾ നിലവിലെടുത്തിരിക്കുന്ന കേസ്. IFFKയ്ക്കുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസമാണ് സ്ക്രീനിങ്ങുകളെല്ലാം കഴിഞ്ഞത്. തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ഹോട്ടലിൽ ഈ ജൂറിയിലുള്ള അംഗങ്ങളൊക്കെ ഒരുമിച്ച് താമസിച്ചിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം അന്തിമ തീരുമാനമെടുക്കുന്നതിനായി ഹോട്ടലിൽ ഒത്തുകൂടിയ സമയത്താണ് പ്രമുഖ സംവിധായകൻ അപമാനിച്ചു എന്നൊരു പരാതി ഇപ്പോൾ വന്നിരിക്കുന്നത്. പരാതിയിൽ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന പരിധിയിലെ പോലീസ് പരാതിക്കാരിയായ ചലച്ചിത്ര പ്രവർത്തകയുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. പ്രമുഖ സംവിധായകന്റെ ഭാഗത്തു നിന്ന് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊരു പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. IFFKയുടെ ഭാഗമായുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിന്റെ സ്ക്രീനിങ്ങിന് ആവശ്യമുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി നടന്ന സമയത്തെ ഒരു വിഷയമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മുഖ്യമന്ത്രി ഇത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട്.